രാത്രി യാത്രയാണ് ഒറ്റയ്ക്ക്. മനസ്സിലുള്ളത് കണ്ണീരിൽ നനഞ്ഞ ഭൂതകാലം. എങ്കിലും നിലാവ് വീണിരിക്കുന്നു. ഞാൻ സന്തുഷ്ടനാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ രചിച്ച നോവൽ ദൈവത്തിൻ്റെ കണ്ണീർ. ആഖ്യാനം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. സംഗീതം ഋത്വിക് എസ് ചന്ദ്. സാക്ഷാത്കാരം കെ വി രാമചന്ദ്രൻ. അറുപത്തിരണ്ട്. തുരങ്കങ്ങൾ, പർവ്വതപംക്തികൾ, കടൽപ്പാലങ്ങൾ. പുറത്തേക്ക് നോക്കിയില്ല. കാറ്റിനാൽ, മണങ്ങളാൽ, ആരവങ്ങളാൽ സ്ഥലകാലാവബോധം. വർഷങ്ങൾ പിന്നിട്ടുവോ? യുഗങ്ങൾ, സഹസ്രാബ്ദങ്ങൾ, മന്വന്തരങ്ങൾ, പ്രപഞ്ചാണ്ഡങ്ങളുടെ തിരുപ്പിറവികൾ, അസ്തമയങ്ങൾ. അറുപത്തിനാല്. കാറ്റിൽ ഉപ്പുമണത്തും. കടൽപ്പാലം, കടലിൻ്റെ അനന്തഗാംഭീര്യം, അനന്തമൗനം, അനന്തശാന്തത. കക്കകൾ, പാറകൾ, പവിഴപ്പുറ്റുകൾ, പർവ്വതങ്ങൾ. അനാദികാലങ്ങളിലേ തുടങ്ങിയ നീരവ ഹൃദയലീല. അനന്തകാലങ്ങളിനിയും ഇടതടവുകളില്ലാതെ, മുറിവുകളില്ലാതെ, ആദ്യന്തങ്ങളില്ലാതെ, വിഘ്നവും ഉപശാന്തിയുമില്ലാതെ. കാലം അനാദ്യന്തമായ ഒരു പുഴ പോലെ സമുദ്രതടങ്ങളിൽ ഒഴുകി നിറഞ്ഞു. ഉള്ളീൻ, സമുദ്രം ശാന്തമാണുള്ളീൻ. അതെ കുഞ്ഞയ്യപ്പ. ശാന്തധ്യാനത്തിൽ, ശാന്തധ്യാന മൗനത്തിൽ, ശാന്തധ്യാന മൗനസമന്വിതമായ മൃദുസ്മേര വിളംബിതാകാശങ്ങളിൽ. ഉള്ളീൻ, നമ്മുടെ യാത്രകൾ ആവർത്തിക്കുമോ ഉള്ളീൻ? യാത്രകൾ ആവർത്തിക്കും കുഞ്ഞയ്യപ്പ. അറിവുകൾ നിലനിൽക്കുന്നിടത്തോളം, പ്രാണനിൽ ബോധം കുടിയിരിക്കുവോളം, സത്വാവബോധം നിലനിൽക്കുന്നിടത്തോളം. പക്ഷേ നമ്മൾ കുഞ്ഞയ്യപ്പ, ഉള്ളീൻ, കുഞ്ഞയ്യപ്പ, ഉള്ളീൻ, കുഞ്ഞയ്യപ്പ. അറുപത്തിയഞ്ച്. മനുഷ്യന്റെ യാത്രകളെ പൊതുവായി രണ്ടായി തിരിക്കാമെന്ന് തോന്നുന്നു ഉള്ളീൻ. തികച്ചും ഭൗതികമായ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയുള്ളത് തന്നെയാണ് ആദ്യത്തേത്. ജോലിസ്ഥലങ്ങളിലേക്ക്, പരീക്ഷകൾ എഴുതാൻ, സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും, വ്യക്തികളെ, സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സംഗമിക്കാൻ, സ്വന്തമോ മറ്റുള്ളവരുടേതോ ആയ ചികിത്സകളുടെ കാര്യത്തിനായി എന്നിങ്ങനെ. എത്ര കൃത്യമായി വിച്ഛേദിക്കാൻ ശ്രമിച്ചാലും മനുഷ്യരുടെ യാത്രകളുടെ ഒട്ടുമുക്കാലും ഇത്തരം കള്ളികളിൽ ഏതെങ്കിലും ഒന്നിൽ പെടുത്താവുന്നവ തന്നെയാണെന്ന് കാണാം. മാനസികോല്ലാസത്തിനു വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന യാത്രകളാണ് ഇനിയത്തേത്. മനുഷ്യരുടെ വരകൾ, ചിത്രനിർമ്മാണങ്ങൾ, ഇവയൊക്കെ ചെയ്യാനായി നടത്തുന്ന യാത്രകൾ. സാമ്പത്തിക പശ്ചാത്തലവും സ്ഥലപ്രശസ്തിയുമൊക്കെ നോക്കി കുറേ പേർ കൂട്ടായി സംഘടിപ്പിക്കുന്ന ചാർട്ടേഡ് ടൂറുകൾ എന്നിവയെല്ലാമാണിതിൽ. പുതിയ പുതിയ സ്ഥലങ്ങൾ, പുതിയ പുതിയ മുഖങ്ങൾ, ഉയലിട്ടുയരുന്ന ഭാവനകൾ,
മാറ്റങ്ങളിലൂടെ, സൃഷ്ടികളിലൂടെ, കാഴ്ചകളിലൂടെ മനുഷ്യൻ അവനവനെ തന്നെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഒരരുവിയുടെ തീരത്ത് വർണ്ണാഭമായ ഒരാകാശക്കുടയ്ക്കു കീഴിൽ തണുത്ത കാറ്റു വീശുന്ന ഒരു കാനനാന്തികത്തിൽ കാമുകിയോട്, ഭാര്യയോട്, മാതാപിതാക്കൾക്കൊപ്പം ഒരു ദിവസം, കുറേ ദിവസങ്ങൾ, കുറേയേറെ ദിവസങ്ങൾ മനുഷ്യൻ്റെ യാത്രകളിലെല്ലാം സ്വസ്ഥതയും ശാന്തിയും നിറഞ്ഞ് കുറച്ച് നിമിഷങ്ങൾക്കായുള്ള, കുറേയേറെ നിമിഷങ്ങൾക്കായുള്ള ഒരു ജീവിതകാലത്തിനായി തന്നെയുള്ള തേങ്ങലില്ലേ ഉള്ളീൻ? നിഴൽ ചിത്രങ്ങൾ വീണുകിടക്കുന്ന ഒരു സമതലം. കൊത്തളത്തിനു മുകളിൽ നിന്നും നോക്കുമ്പോൾ കാഴ്ച പതിയുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഒരു പെൺകുട്ടി നോട്ടത്തിൻ്റെ നിർമ്മമത്വം തിരിച്ചറിഞ്ഞ് നിർമ്മലാംഗയായി ഫോക്കസിലേക്ക് നടന്നടുക്കുന്നു. നൂറ്റാണ്ടുകളുടെ കാഴ്ചകൾ ചവച്ചിറക്കിയ അരയാൽ ചുവട്ടിൽ നിഷ്പന്ദ വപുസ്സായി ബോധിസത്വൻ തപസ്സിരിക്കുന്നു. എല്ലാ യാത്രകൾക്കും, മനുഷ്യൻ്റെ എല്ലാ യാത്രകൾക്കും പിന്നിൽ അകളങ്ക ശാന്തമായ ഒരു ജീവിതത്തിനു വേണ്ടിയുള്ള, ഒരു മുഴുവൻ ജീവിതത്തിനും വേണ്ടിയുള്ള ദാഹമില്ലേ ഉള്ളീൻ? നിർമ്മലമായ, അകളങ്ക ശാന്തമായ, അന്യോന്യം നോവിക്കലുകളുടെ കറപുരളാത്ത ഒരു ജീവിതം. ശുദ്ധമായ നീരൊഴുക്കുകൾ, ശുദ്ധമായ ആകാശം, ശുദ്ധമായ മനസ്സ്. എല്ലാ യാത്രകൾക്കും, മനുഷ്യൻ്റെ എല്ലാ യാത്രകൾക്കും പിന്നിൽ 66. പക്ഷേ മനുഷ്യൻ്റെ യാത്രകൾ കലുഷമാവുന്നു ഉള്ളീൻ. യാത്രകൾ കലുഷമാവുന്നു. മത്സരവും ആർത്തിയും നിറഞ്ഞതാവുന്നു. മത്സരവും ആർത്തിയും ക്രോധവും നിറഞ്ഞതാവുന്നു. മത്സരവും ആർത്തിയും ക്രോധവും നിറഞ്ഞ് അശാന്തവും അസ്വസ്ഥവുമാവുന്നു. മത്സരവും ആർത്തിയും ക്രോധവും നിറഞ്ഞ് അശാന്തവും അസ്വസ്ഥവും, അശാന്തവും അസ്വസ്ഥവും അസന്തുഷ്ടവുമാവുന്നു. എന്തുകൊണ്ടാണിത് ഉള്ളീൻ? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? മനുഷ്യൻ ഇതാഗ്രഹിക്കുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ടാണിത്? എന്തുകൊണ്ട്? 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 ഉള്ളീൻ, 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 ഉള്ളീൻ. എവിടെയാണവൾ? എവിടെയാണവൾ? എവിടെയാണവൾ ഇറങ്ങിയത്? എവിടെയാണ്? എവിടെയാണ്? ഏതു സ്റ്റേഷനിൽ? ഏതു സ്റ്റേഷനിലെ എത്രാമത്തെ പ്ലാറ്റ്ഫോമിൽ? ഏതു സ്റ്റേഷനിലെ എത്രാമത്തെ പ്ലാറ്റ്ഫോമിൽ? ഏതു സ്റ്റേഷനിലെ, ഏതു സ്റ്റേഷനിലെ, ഏതു ജനാരണ്യത്തിൻ്റെ വിഹ്വലതകളിലേക്ക്? ഏതു സ്റ്റേഷനിലെ, ഏതു നൂറ്റാണ്ടിലെ, ഏതു പീഡിതവർഗത്തിൻ്റെ നോവുകളിലേക്ക്? ഏതു സ്റ്റേഷനിലെ, ഏതു നൂറ്റാണ്ടിലെ, ഏതു നിന്ദിത ജനതയുടെ വിങ്ങലുകളിലേക്ക്? ഏതു സ്റ്റേഷനിലെ, ഏതു നൂറ്റാണ്ടിലെ, ഏതു നീറും ജനതയുടെ ഗദ്ഗദ തീക്കുണ്ടങ്ങളിലേക്ക്? ഉള്ളീൻ, 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 ഉള്ളീൻ.